ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി വസ്തുവിനേക്കാൾ ചെറുതാണ്. ഒരു ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ആവർത്തനം -1 ആണെങ്കിൽ ദർപ്പണം ഓപ്ഷൻ സി കോൺകേവ് ആണ്. താഴെ പറയുന്നതിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഉപയോഗമല്ലാത്തതേത്? ഓപ്ഷൻ ഡി റിയർ വ്യൂ മിറർ. രണ്ട് സമതല ദർപ്പണങ്ങളുടെ അരികുകൾ തമ്മിൽ 45 ഡിഗ്രി കോൺ വരത്തക്ക വിധം ചേർത്ത് വെച്ചിരിക്കുന്നു എങ്കിൽ അവ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 7. ആവർത്തനത്തിൻ്റെ യൂണിറ്റ്? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ചേരുംപടി ചേർക്കുക. അപ്പേർച്ചറിൻ്റെ മധ്യബിന്ദു, ഫോക്കസ് ദൂരം, മുഖ്യ ഫോക്കസും പോളും തമ്മിലുള്ള ദൂരം, വക്രത ആരം, വക്രതാ കേന്ദ്രവും പോളും തമ്മിലുള്ള ദൂരം, പോൾ. ശരിയായ ഓപ്ഷൻ ബി. അപ്പേർച്ചറിൻ്റെ മധ്യബിന്ദു പോള്, മുഖ്യ ഫോക്കസും പോളും തമ്മിലുള്ള ദൂരം ഫോക്കസ് ദൂരം, വക്രതാ കേന്ദ്രവും പോളും തമ്മിലുള്ള ദൂരം വക്രത ആരം. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം? ഓപ്ഷൻ സി മിഥ്യയും നിവർന്നതുമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? ഓപ്ഷൻ ഡി 30 സെൻറ്റിമീറ്റർ. ഒരു കോൺകേവ് ദർപ്പണം വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നത് വസ്തു ഓപ്ഷൻ ഡി വക്രതാ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ. എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് ഓപ്ഷൻ എ കോൺവെക്സ്. കോൺവെക്സ് ദർപ്പണത്തെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കാൻ കാരണം? ഓപ്ഷൻ ബി വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രസ്താവന 1. കോൺകേവ് ദർപ്പണം മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്നത് വസ്തു മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കുമ്പോഴാണ്. പ്രസ്താവന 2. കോൺവെക്സ് ദർപ്പണം എല്ലായ്പ്പോഴും യഥാർത്ഥ പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത്. ശരിയായ ഓപ്ഷൻ എ. 1 ശരി 2 തെറ്റ്. 30 സെൻറ്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺവെക്സ് ദർപ്പണത്തിന് മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചിരിക്കുന്നു. പ്രതിബിംബത്തിലേക്കുള്ള അകലം എത്ര? ഓപ്ഷൻ സി +6. ഒരു പ്രതലത്തിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പതനകോൺ 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ? ഓപ്ഷൻ ഡി 40 ഡിഗ്രി. മുഖ്യ ഫോക്കസിലൂടെ കടന്നുവരുന്ന പ്രകാശരശ്മി? ഓപ്ഷൻ എ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകും.